എറണാകുളത്ത് മുളന്തുരുത്തി സഹകരണ ബാങ്കിൽ കോടികളുടെ വായ്പാ തട്ടിപ്പ് എന്നൊരു വാർത്ത വരുന്നു. ജാമ്യക്കാരെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബാങ്കിലെ അംഗങ്ങളുടെ പേരിൽ 9 കോടിയോളം രൂപയാണ് വായ്പയെടുത്തത്. മുളന്തുരുത്തി പഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന രഞ്ജി കുര്യനും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളികളും ചുമട്ടു തൊഴിലാളികളും അടക്കമുള്ള INTUC കോൺഗ്രസ് പ്രവർത്തകരായ 13 പേരാണ് പരാതിക്കാർ. നമുക്ക് അവരുടെ പ്രതികരണമൊന്ന് കേട്ടുവരാം. ഒരു ദിവസം എന്നോട് പറഞ്ഞ് ഒരു ലോൺ പാസ്സാക്കണം, എനിക്ക് അത്യാവശ്യമായിട്ടാണ്. ഞാൻ ചോദിച്ചു, അതിന് ഈട് വെക്കണ വസ്തു ആരേലും ഏട്ടാ, എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് 19 സെൻറ്റ് സ്ഥലമുണ്ട്, അങ്ങനെ 2-3 കോടി രൂപ വില മതിക്കുന്ന വീടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര രൂപ ഏട്ടാ വെക്കണമെന്ന്. അപ്പോൾ പറഞ്ഞ് 20 ലക്ഷം രൂപ. ആ ശരിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോൾ ഒപ്പക്കെട്ട് കൊടുത്ത് ഇങ്ങനെ പോന്നു കഴിഞ്ഞ ശേഷം എനിക്കൊരു ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു നോട്ടീസ് വന്നു. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ 23 ലക്ഷം രൂപ അടയ്ക്കാൻ പറഞ്ഞ് എനിക്ക് നോട്ടീസ് വന്നിട്ടുണ്ടല്ലോ ചേട്ടാ, ഇത് ഞാനിപ്പോൾ ഈ ലോൺ എൻ്റെ പേരിലാണെന്നാണ് തോന്നണല്ലോ ചേട്ടാന്ന്. അപ്പോൾ പറഞ്ഞ് പേടിക്കണ്ട, അവിടെ ഈട് കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കണേ, കാര്യം 3 കോടി രൂപയുടെ വസ്തുവാണ് അവിടെ ഈട് വെച്ചേക്കണേന്ന് പറഞ്ഞു. കഴിഞ്ഞ മാസമായിട്ട് വന്നപ്പോഴത്തേക്കും ഒരു 54 ലക്ഷം രൂപയോളം വന്ന്. അതിനല്ല, ബാങ്കിൽ നിന്ന് വേറെ സെയിൽ ഓഫീസർ വന്ന്. അപ്പം ഞാൻ പുള്ളീനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ്, ഒരു കാരണവശാൽ പേടിക്കണ്ട, ഞാനിത് അടച്ചു തീർക്കും. ഈ ആധാരം തന്നെ വെച്ച് ഞങ്ങളുടെ ഇവിടെ സ്റ്റാൻഡിൽ 3 പേരെ കൊണ്ട് ഇടിപ്പിച്ചിട്ടുണ്ടല്ലോ. INTUCയിൽ പണിയുന്ന പാവപ്പെട്ട തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഈ പാവപ്പെട്ട ആൾക്കാരെ പറ്റിച്ച ഈ മുളന്തുരുത്തിയിലെ ഈ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതിശക്തമായിട്ടുള്ള സമരപരിപാടിയുമായി CPM മുന്നോട്ട് പോവുകയാണ്. മുഖം അഞ്ജന അനിൽകുമാർ ചേരുന്നുണ്ട്. അഞ്ജന, ഗുഡ് മോർണിംഗ് അഞ്ജന. വലിയ തട്ടിപ്പിന്റെ കഥയാണല്ലോ പുറത്തു വരുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണ്, കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വമാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. 9 കോടിയോളം രൂപയാണ് ഇങ്ങനെ തട്ടിച്ചെടുത്തിരിക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. എന്താണ് സംഭവിച്ചത് അഞ്ജന? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. മുളന്തുരുത്തി 23-ാം നമ്പർ സർവീസ് സഹകരണ ബാങ്കിലാണ് ഇങ്ങനെയൊരു വായ്പാ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഏകദേശം 9 കോടിയോളം രൂപയുടെ വായ്പാ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഈ മുളന്തുരുത്തി മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രഞ്ജി കുര്യൻ, ഈ രഞ്ജി കുര്യൻ ബാങ്കിന്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന കാലത്താണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയത്. അതായത് 2014-2019 കാലഘട്ടം, ഈ 5 വർഷത്തിലാണ് രഞ്ജി കുര്യൻ സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നത്. തനിക്ക് അടുപ്പമുള്ള INTUC തൊഴിലാളികളോട് തനിക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്, അതിനായി ജാമ്യം നിൽക്കണമെന്ന വ്യാജേന അവരിൽ നിന്നും ഒപ്പിട്ട് മേടിക്കുകയായിരുന്നു. ഈ രഞ്ജി കുര്യന്റെ ഭാര്യ സീന ജേക്കബിന് ഒരു 20 സെന്റ് വസ്തുവുണ്ട്. ഈ വസ്തു തന്നെ ഈട് നൽകി 11 പേർക്കാണ് 20 ലക്ഷം രൂപ വീതം നൽകിയിട്ടുള്ളത്. കൂടാതെ രഞ്ജി കുര്യന്റെ ഒരു 3 സെന്റ് സ്ഥലവുമുണ്ട്. ഇതും ഈട് നൽകി 6 പേർക്കോളം വായ്പ നൽകിയിട്ടുണ്ട്. പലരും ജാമ്യം നിൽക്കാനാണല്ലോ എന്ന് ഓർത്താണ് ഒപ്പിട്ട് നൽകിയത്. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ കുടിശ്ശികയുടെ നോട്ടീസ് ഇവർ ലഭിക്കുമ്പോഴാണ് തങ്ങൾ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായത്. ഇപ്പോൾ അത് പലിശ സഹിതം കൂടി വലിയൊരു തുകയായിരിക്കുന്നു. പലരും സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികളും ചുമട്ട് തൊഴിലാളികളും എല്ലാമാണ്. അവർക്ക് ഒട്ടും താങ്ങാൻ കഴിയുന്ന ഒരു തുകയല്ല ഇത്. ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ഓട്ടോ തൊഴിലാളിക്ക് 54 ലക്ഷം രൂപയാണ് അടയ്ക്കാനായി ബാങ്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ താൻ ഇത് നോക്കിക്കോളാമെന്ന് രഞ്ജി കുര്യൻ ഇവരെ അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ രഞ്ജി കുര്യനെ കുറിച്ച് യാതൊരുവിധ വിവരവും ലഭിച്ചിട്ടില്ല. അയാൾ ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ്. എന്തായാലും 13 പേരാണ് ഇപ്പോൾ മുളന്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ രഞ്ജി കുര്യനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ ഇപ്പോൾ ഊർജിതമായ അന്വേഷണം നടന്നു വരികയാണ്. മൊത്തത്തിൽ 9.24 കോടി രൂപയുടെ ബാധ്യതയാണ് മുഴുവനായി ഉള്ളത്. ഈ ബാധ്യത തീർത്തു കൊടുക്കണമെന്നതാണ് ഈ സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികളുടെയും ചുമട്ട് തൊഴിലാളികളുടെയും ആവശ്യം. വരും നിലവിൽ പക്ഷേ ബാങ്കിന്റെ ഭരണസമിതിയുടെ പ്രതികരണം നമ്മൾ എടുത്തിരുന്നു. അവരോട് എന്ത് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എന്താണ് അവർ പറയുന്നത് അഞ്ജന? ബാങ്കിന്റെ ഭരണസമിതി നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല അരുൺ. നമ്മൾ അവരുടെ പ്രതികരണത്തിനായി ഒരുപാട് ശ്രമിച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ പ്രതിപക്ഷം വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് അറിയിക്കുന്നത്. ഇന്നും നാളെയുമുള്ള ദിവസത്തിലെല്ലാം തന്നെ മുളന്തുരുത്തി പ്രദേശത്ത് അവർ പ്രക്ഷോഭം നടത്തുന്നു. ഇന്നലെയും എല്ലാം തന്നെ സമാനമായ രീതിയിൽ അവിടെ സമരങ്ങൾ നടന്നിരുന്നു. എന്തായാലും ഈ ബാധ്യത തീർത്തു കൊടുക്കണമെന്നതാണ് പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നത്. 100 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ബാങ്കാണ് മുളന്തുരുത്തിയിലെ സർവീസ് സഹകരണ ബാങ്ക്. കഴിഞ്ഞ 35 വർഷമായി കോൺഗ്രസ് ആണ് ആ ബാങ്ക് ഭരിക്കുന്നത്. ഇങ്ങനെ ഒരു തിരിമറിയുടെ കഥ പുറത്തു വരുന്നത് ഈ കഴിഞ്ഞ മാസം ഇവർക്ക് ഈ കുടിശ്ശികയുടെ നോട്ടീസ് ലഭിച്ചു തുടങ്ങിയപ്പോൾ തൊട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളികളെ, ഈ പാവപ്പെട്ടവരെ ഇതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണമെന്നത് തന്നെയാണ് ഇവരെല്ലാവരും. രഞ്ജി കുര്യാക്കോസ് നേരത്തെ മുളന്തുരുത്തി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അയാൾക്ക് ഈ പണം ഇനി തിരിച്ചു കൊടുക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ടോ? അവരുടെ വസ്തുവകകളും മുതലുകളും ഒക്കെ ഈ പണം ഉപയോഗിച്ച് വാങ്ങിയത് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ അഞ്ജന?
രഞ്ജി കുര്യൻ സാമ്പത്തികമായി അധികം പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരാളാണെന്നാണ് നമുക്ക് മനസ്സിലായത്. എന്തോ ഒരു കേസിനായി കുറച്ച് പണം ആവശ്യം വന്നപ്പോഴാണ് ഈ പാവപ്പെട്ടവരെ അയാൾ ചൂഷണം ചെയ്തത്. അയാളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല. എവിടെയാണ് എന്താണ് എന്നും ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമായതോടുകൂടി മുളന്തുരുത്തിയിലെ വീട്ടിൽ നിന്നും അയാൾ മാറിയിട്ടുണ്ട്, ഒളിവിലാണ്.